ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം വരാൻ പോകുന്നു അല്ലെ, അതുപോലെ തന്നെ CPOയുടെ എക്സാമിനൊക്കെ ഇപ്പൊ അടുത്തിടെ കഴിഞ്ഞ PSCയുടെ എക്സാമിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്തിടെ കഴിഞ്ഞ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ എക്കണോമിക്സിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് വിമൻ ആൻഡ് ഫയർ റെസ്ക്യൂ ഓഫീസർ അല്ലെ, ഫയർമാൻ ട്രെയിനിയുടെ അടുത്തിടയ്ക്ക് ഒരു എക്സാം കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതില് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ SCERT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ വന്നിട്ടുള്ളത്. ശരി, അപ്പൊ അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് M വിശ്വേശ്വരയ്യയാണ്. അപ്പോ ഇന്ത്യൻ ആസൂത്രണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് അല്ലെ. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത് 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നു. അപ്പോ ഇന്ത്യയിലുള്ള റിസോഴ്സുകൾ എങ്ങനെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട പട്ടിണി, ദാരിദ്ര്യം പോലെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് ചോദിച്ചപ്പോ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് വേണം, ഒരു ആസൂത്രണം വേണം. ആ ആസൂത്രണം എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃത ആസൂത്രണമായിരുന്നു രാജ്യം ആദ്യം സ്വീകരിച്ചത്. ശരിയാണ്. അങ്ങനെ 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. 1951 മുതൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. USSRൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് M വിശ്വേശ്വരയ്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് കൂടിയാണ് ആര്, M വിശ്വേശ്വരയ്യ അല്ല, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് കൂടിയാണ് M വിശ്വേശ്വരയ്യ. അപ്പോൾ അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. മൈസൂർ നഗരത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പണി കഴിപ്പിച്ചതിൽ ഒരു വലിയ പങ്ക് ആർക്കുണ്ട്, ആ M വിശ്വേശ്വരയ്യയ്ക്കുണ്ട്. പിന്നീട് സെപ്റ്റംബർ 15 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു, ഇന്ത്യയിൽ ആ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആസൂത്രണത്തിന് അദ്ദേഹം നല്ല കോൺട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത് M വിശ്വേശ്വരയ്യയാണ്. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ആവാറുള്ള രണ്ട് ടേമാണ്. ഒന്ന് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നുള്ളത് അല്ലെ. അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്, ആ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യയാണ്, എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മഹലനോബിസ് ആണ്. അപ്പോ ഇതിങ്ങനെ ഒന്ന് കണക്ട് വെച്ചിരുന്നാൽ മതി. ഈ PC ഇതൊന്ന് തിരിച്ചു വായിക്കുമ്പോൾ CP എന്ന് വായിക്കുക അല്ലെ. അപ്പൊ CP ശില്പി എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ശില്പി എന്നറിയപ്പെടുന്നത് മഹലനോബിസ് ആണ്. ഇനി അയ്യ എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ്. അപ്പോ അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അയ്യ പിതാവ് എന്ന ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ, എന്നാൽ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്, PC മഹലനോബിസ് ആണ്. മറക്കില്ല. ശരി, അങ്ങനെയെങ്കിൽ അവിടെ ചോദിച്ചൊരു രണ്ടാമത്തെ ചോദ്യം, പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ ഇത് നമ്മുടെ 9ാം ക്ലാസ് SCERTയില്, 9th SCERTയില്, പഴയ 9th SCERT അല്ലെ, ഇപ്പൊ ചേഞ്ച് ചെയ്ത് വന്ന ന്യൂ SCERT അല്ല, പഴയ SCERTയില് അവിടെ എന്താണ് പ്രതിശീർഷ വരുമാനം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ രണ്ട് ചാപ്റ്ററുകൾ, ഒന്ന് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. ശരിയാണ്. അപ്പൊ സാമ്പത്തിക വളർച്ചയിൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശീയ വരുമാനത്തെ പറ്റിയിട്ടാണ്. അപ്പോ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എക്കോണമിക് ഗ്രോത്ത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിരുന്നു. അതേസമയത്ത് എന്താണ് സാമ്പത്തിക വികസനം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനോടൊപ്പം ജീവിത ഗുണനിലവാരം കൂടി മെച്ചപ്പെടുകയാണെങ്കിൽ അതിനെയാണ് സാമ്പത്തിക വികസനം എന്ന് വിളിക്കുക അല്ലെ. ഹാപ്പിനെസ് ഇൻഡെക്സ്, അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെ, മാനവ സന്തോഷ സൂചിക, മാനവ വികസന സൂചിക, ഇതൊക്കെ എന്താണ്, ആ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, ഇതൊക്കെ ആ സാമ്പത്തിക വികസന സൂചികകളാണെങ്കിൽ GDP, GNP, NDP ഒക്കെ എന്താണ്, സാമ്പത്തിക വളർച്ചാ സൂചകമാണ്. ആദ്യ കാലഘട്ടത്തിൽ പ്രതിശീർഷ വരുമാനത്തെ ഒരു സാമ്പത്തിക വികസന സൂചികയായി ഉപയോഗിച്ചിരുന്നു എന്നാണ് SCERT പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ് ഈ പ്രതിശീർഷ വരുമാനം? പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ നമ്മൾ അതിനെ ആളോഹരി വരുമാനം എന്ന് പറയാറുണ്ട്. പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്, പ്രതിശീർഷ വരുമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തെ ദേശീയ വരുമാനത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോ
ഒരു രാജ്യത്തിന് മൊത്തം എത്ര വരുമാനമുണ്ട്, അതിൽ നിന്ന് രാജ്യത്തെ ഓരോ ആളുകൾക്കും എത്ര വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നാളാണ് ആളോഹരി. ഒരാളിന് എത്ര ഓഹരി വെച്ച് കൊടുക്കാൻ പറ്റും, എത്ര വരുമാനം കൊടുക്കാൻ പറ്റും, അതാണ് ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോ ഞാനിപ്പോ കടയിൽ പോയിട്ട് ഒരു 10 ചോക്ലേറ്റ് മേടിച്ചു വിചാരിക്കാം. എന്റെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ഉള്ളത്? 10 ചോക്ലേറ്റ് ഉണ്ട്. ശരി, അപ്പോഴാണ് ഞാൻ നിങ്ങളിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരു 5 പേര് ഇങ്ങോട്ട് നടന്നു വരുന്നതായിട്ട് കണ്ടു. ഓക്കെ, സിമ്പിൾ മാത്സ്. ഞാൻ ചോദിക്കുകയാണ്, എന്റെ കയ്യിൽ നിന്ന് 10 ചോക്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് തരുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് എനിക്ക് എന്ത് ചെയ്യാം, 2 ചോക്ലേറ്റ് വെച്ച് എനിക്ക് കൊടുക്കാം. ശരിയാണ്. സെയിം അതുപോലെ ഈ 10 ചോക്ലേറ്റിന് പകരം ഞാൻ പറയാണ് രാജ്യത്തിന്റെ മൊത്തം വരുമാനം എത്രയാ. അപ്പോ രാജ്യത്തിന്റെ മൊത്തം വരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് എത്ര കിട്ടും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു, മൊത്തം വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. മൊത്തം വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. അതെടുക്കുമ്പോ ഒരാൾക്ക് എത്ര കിട്ടും എന്ന് നമുക്ക് മനസ്സിലാവും. അത് തന്നെയാണ് എന്ത്, പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. സെറ്റ് ക്ലിയർ. അപ്പൊ അങ്ങനെയെങ്കിൽ പ്രതിശീർഷ വരുമാനം ഇസ് ഈക്വൽ ടു ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. ഒരു ഡൗട്ടും ഇല്ല. ശരി, അങ്ങനെയെങ്കിൽ ഇവിടെ ഓർത്തിരിക്കേണ്ട 2 പോയിന്റുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഇങ്ങനെയാണ്: ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. SCRT പറയുന്ന പോയിന്റ് ആണ്. അതെന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലൂടെ തന്നെ പറയാം. ഇപ്പോ ഞാൻ നേരത്തെ പോയിട്ട് എത്ര ചോക്ലേറ്റ് ആയിരുന്നു മേടിച്ചത്? 10 ചോക്ലേറ്റാണ് മേടിച്ചത് അല്ലെ? അപ്പോഴാണ് നിങ്ങൾ കുറച്ച് പേരും കൂടെ അവിടെ അങ്ങോട്ട് നടന്നു വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ചോക്ലേറ്റിന്റെ എണ്ണം കൂട്ടി. ഓക്കെ, ചോക്ലേറ്റിന്റെ എണ്ണം കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, 20 ചോക്ലേറ്റ് മേടിച്ചു. 10 മേടിക്കാനാ പോയ. കുറെ പേരുടെ കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, 20 ചോക്ലേറ്റ് മേടിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങള് നേരത്തെ 5 പേര് കൂട്ടമായിട്ടാണ് വന്നത്, അതിന്റെ പുറകെ 5 പേരോട് ഉണ്ടായിരുന്നു. അപ്പോ എന്ത് ചെയ്തു, ഇപ്പൊ ഇവിടെ മൊത്തം ഞാൻ കണ്ടത് നിങ്ങൾ 10 പേരെ ഞാൻ കണ്ടു. ശരി, ഞാൻ ചോക്ലേറ്റിന്റെ എണ്ണം കൂട്ടിയായിരുന്നു, ശരിയാണ്. അപ്പൊ എന്റെ കയ്യിലുള്ള ചോക്ലേറ്റിന്റെ എണ്ണം കൂടി 20 ആയി. പക്ഷെ നിങ്ങളുടെ എണ്ണവും കൂടി. എത്ര പേരെ ഞാൻ കണ്ടു? 10 പേരെ കണ്ടു. ഇപ്പോഴും എനിക്ക് എത്ര ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക്? 20 ഡിവൈഡ് ബൈ 10. ഒരാൾക്ക് 2 ചോക്ലേറ്റ് കിട്ടുന്നുള്ളൂ. ശരിയാണ്. ഞാൻ നേരത്തെ എന്റെ കയ്യിൽ 10 ചോക്ലേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചോക്ലേറ്റിന്റെ എണ്ണം കൂടിയല്ലോ. ഞാൻ എത്രയാക്കി? 20 ആക്കി. അപ്പൊ ശരിക്കും പറഞ്ഞു ചോക്ലേറ്റിന്റെ എണ്ണം കൂടി, ശരി തന്നെ. എന്നിട്ടും എന്താ ഒരാളിന് കൂടുതൽ കൊടുക്കാൻ പറ്റാത്തത്? അതിനനുസരിച്ച് കൂടെ വന്ന ആളിന്റെ എണ്ണം കൂടിയില്ലേ? ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് എനിക്ക് നേരത്തെ കൊടുത്തതിന്റെ അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. സെയിം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചോക്ലേറ്റിനെ നമുക്ക് ദേശീയ വരുമാനമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ രാജ്യത്തിന്റെ ദേശീയ വരുമാനം കൂടി. ഓക്കെ, ദേശീയ വരുമാനം കൂടി എന്ന് വിചാരിച്ചിട്ട് പ്രതിശീർഷ വരുമാനം കൂടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടെ ദേശീയ വരുമാനം കൂടുന്നതിന് ആനുപാതികമായിട്ട് ജനസംഖ്യാ വളർച്ച കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യില്ല, പ്രതിശീർഷ വരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിനേക്കാൾ ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ ഈ പറയുന്ന ദേശീയ വരുമാനത്തിന്റെ വളർച്ച കൂടിയാൽ മാത്രമേ എന്ത് കൂടുള്ളൂ? പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ 40 ചോക്ലേറ്റ് ആണ് മേടിച്ചെന്ന് വിചാരിച്ചോളൂ. ആളിന്റെ എണ്ണം കൂടി, പക്ഷെ 10 കൂടിയുള്ളൂ എന്ന് വിചാരിക്കാം. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഒരാൾക്ക് 4 ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. നേരത്തെ 2 എണ്ണം വെച്ചേ കൊടുക്കാൻ പറ്റുന്നുള്ളായിരുന്നു. അപ്പോ പ്രതിശീർഷ വരുമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര കിട്ടും എന്ന് മനസ്സിലാവും. അതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയാൽ മാത്രമേ എന്ത് കൂടുള്ളൂ? പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. സെറ്റ്. പിന്നെ പറയാണ്, പ്രതിശീർഷ വരുമാനത്തിന്റെ വർധനവ് വികസനത്തിന്റെ ഒരു സൂചികയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ സാധിക്കും എന്ന് എന്ത് ചെയ്യുന്നു? SCRT പറയും. സെറ്റ്. പിടികിട്ടി? ക്ലിയർ ആണ്? കോൺസെപ്റ്റ് പിടികിട്ടി? ശരി. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ? ഇവിടെ നമുക്ക് സർചാർജും സെസ്സും ഒരു കൺഫ്യൂഷൻ വരാവുന്നതാണ്. ശരിയാണ്. നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏത്? ഇത് രണ്ടും സർചാർജും സെസ്സും അധിക നികുതി തന്നെയാണ്. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ?
നമ്മുടെ പഴയ SCERT-യില് 10ാം ക്ലാസ്സിന്റെ SCERT-യില് പൊതുചെലവും പൊതുവരുമാനവും എന്ന ഭാഗം അല്ലെ, പൊതുചെലവും പൊതുവരുമാനം എന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നു, എന്താണ് സർചാർജ്, എന്താണ് സെസ് എന്ന് പറയുന്നു. ഏത് SCERT? 10ാം ക്ലാസ് SCERT, 10th SCERT, പഴയ 10th SCERT. അതിലെ പൊതുചെലവും പൊതുവരുമാനവും, പൊതുചെലവും അതുപോലെ പൊതുവരുമാനവും എന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് സർചാർജ്, എന്താണ് സെസ്? ഇത് നോക്കി, നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഇനി അവിടെ പറയുന്നുണ്ട്, സർചാർജ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുക. ഓക്കെ, ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് നോർമലി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാക്സിന്റെ മുകളിൽ കൊടുക്കുന്ന അധിക നികുതിയാണ് സർചാർജ്. അപ്പോ തീർച്ചയായിട്ടും വരുമാനം കൂടിയവരിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ഈ സർചാർജ് ഈടാക്കാറുണ്ട്. വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് മിക്കവാറും എന്ത് ചെയ്യുക, സർചാർജ് ആയിട്ട് ഈടാക്കുന്നത്. അപ്പൊ ഒരു നിശ്ചിത കാലത്തേക്ക് എന്ത് ചെയ്യും, സർചാർജ് വെക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഒരു വരുമാനത്തിന്റെ മേളിലൊക്കെ വരുന്ന ഒരു അധിക നികുതിയായിട്ടാണ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന നികുതിയുടെ മുകളിലുള്ള ഒരു അധിക നികുതിയായിട്ടാണ് എന്ത് ഈടാക്കാറ്, സർചാർജ് ഈടാക്കാറുള്ളത്. ശരി, ഇനി എന്താണ് ഈ സർചാർജും സെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ, സെസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ഓക്കെ, സർചാർജിന് അങ്ങനെ ഒരു പ്രത്യേക ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഒരു നിശ്ചിത കാലത്തേക്ക് ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. എന്നാൽ ഇത് നമ്മൾ വ്യത്യാസം എന്താണ് സെസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ചുമത്തുന്ന അധിക നികുതിയാണ്. ഫോർ എക്സാമ്പിൾ, കോവിഡ് വന്നു അല്ലെ, കോവിഡ് വന്നപ്പോഴേക്ക് ആ കോവിഡിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ടാക്സിന്റെ മുകളിൽ ഗവൺമെന്റിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അധിക ടാക്സ് ചുമത്താണ് കോവിഡ് സെസ്. ശരി, ഇനി അതുപോലെ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GST കോമ്പൻസേഷൻ സെസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. GST കോമ്പൻസേഷൻ സെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GST നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനുള്ള പണം എവിടുന്ന് കണ്ടെത്തും? അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, GST കോമ്പൻസേഷൻ സെസ്. ഓക്കെ, അത് ഈ ഒരു GST-യുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താനാണ് എന്ത് ചെയ്തത്, ഈ ഒരു സെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ സെസ് പിൻവലിക്കും. ക്ലിയർ. ഇനി വിദ്യാഭ്യാസ സെസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്കീം നടപ്പിലാക്കണം. ആ സ്കീമിന് വേണ്ടി ഒരു സെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്കീമിന്റെ കാലാവധി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ സെസ്സും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും. അപ്പൊ അങ്ങനെയെങ്കിൽ സെസ്സും സർചാർജും തമ്മിലുള്ള വ്യത്യാസം, നികുതിക്ക് മുകളിൽ ചുമത്തുന്ന അധിക നികുതിയാണ് രണ്ടും. ഓക്കെ, ഇനി സർചാർജ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ് ചുമത്തുക. അതേസമയത്ത് സെസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിനാണ് ചുമത്തുക. ആ പ്രത്യേക ആവശ്യം പൂർത്തീകരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സെസ് നിർത്തലാക്കും. അപ്പൊ 2 പോയിന്റ് പഠിച്ചു വെക്കുക. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്, പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അധിക നികുതി സെസ്. ക്ലിയർ. ഇനി ഒരു നിശ്ചിത കാലത്തേക്ക് കൊണ്ടുവരുന്ന അധിക നികുതി സർചാർജ്. സെറ്റാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കി, ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് എന്ത് ചെയ്യാം, നിർത്തലാക്കാം. ക്ലിയർ. വിദ്യാഭ്യാസ സെസ് ഇതിനൊരു ഉദാഹരണമാണ് എന്ന് പറയാം. പിടികിട്ടി. ശരി, അപ്പോ ഇവിടുത്തെ കേസില് അപ്പൊ ഇനി എന്തായിരിക്കും ആൻസർ വരിക? ഇത് നോക്കി, ചോദ്യം ഇങ്ങനെ ആയിരുന്നു, നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏതാണ്? ഇവിടെ പ്രത്യേക ആവശ്യത്തിന് എന്ന് പറഞ്ഞെങ്കിൽ ഏത് വന്നേനെ, സെസ് വന്നേനെ. നിശ്ചിത കാലത്തേക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇത് ചൂസ് ചെയ്യാം. ഓപ്ഷൻ ഡി, സർചാർജ് നമുക്ക് ചൂസ് ചെയ്യാം. ക്ലിയർ. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതായിരുന്നു, സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? അല്ലെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 1947 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് 1997 ആരംഭിച്ച 5 ഇയർ പ്ലാൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയാണ്. അവിടെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നു 50-9, ആ വാക്ക് തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാമായിരുന്നു. ശരിയാണ്, 50-9. അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ഇനി 9ാം പദ്ധതിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ SCERT പറയുന്ന പോയിന്റ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ലക്ഷ്യം വെച്ച പദ്ധതിയാണ് 9ാം പദ്ധതി. പക്ഷെ അവിടെ ഒരു പോയിന്റ് നിങ്ങൾ അധികം പഠിച്ചോണം, സാമൂഹിക നീതിയും തുല്യതയും ലക്ഷ്യം വെച്ച പദ്ധതി 9ാം പദ്ധതിയാണ്. ഇവിടെ മിനിസ്ട്രി ഓഫ് പ്ലാനിങ്ങിന്റെ സൈറ്റില് 5 ഇയർ പ്ലാനിന്റെ PDF അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ 9ാം പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത് എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി എന്നുള്ളതാണ്, സാമൂഹിക നീതിയും തുല്യതയും.
അപ്പൊ ഇത് തന്നെ PSC എന്ത് ചെയ്യാറുണ്ട്, പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ SC ആക്ട് നമ്മൾ ഈ ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ട് പോവാ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ശരി, 9ാം പദ്ധതിയുടെ ലക്ഷ്യം തന്നെയാണ്. അതിനോടൊപ്പം സാമൂഹിക നീതിയും തുല്യതയും ലക്ഷ്യം വെച്ച പദ്ധതി കൂടിയാണ് 9ാം പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ചത് കൊണ്ട് ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 9ാം പദ്ധതി പ്രാധാന്യം കൊടുത്തിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുക സാമൂഹിക നീതിയും തുല്യതയും ലക്ഷ്യം വെച്ച പദ്ധതിയാണ് 9ാം പദ്ധതി. സെറ്റ്. കുടുംബശ്രീയൊക്കെ നിലവിൽ വന്നതും എന്ന് തന്നെയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. എന്ത് ചെയ്യാം, നമുക്ക് ഓർത്തിരിക്കാം. പിന്നെ രണ്ടാമത്തെ ആണവ പരീക്ഷണം ഓപ്പറേഷൻ ശക്തിയൊക്കെ നടന്നത് എന്നാണ് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇനി 9ാം പദ്ധതി വിജയമാണോ പരാജയമാണോ എന്നുള്ളതൊരു ഡിബേറ്റബിൾ ക്വസ്റ്റൻ ആണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഓർത്തിരിക്കുക, ആ ഒരു ആസൂത്രണത്തിന്റെ ലക്ഷ്യം, ആ ഒരു സാമ്പത്തിക വളർച്ചയുടെ ലക്ഷ്യം നോക്കുകയാണെങ്കിൽ 6.5 ആയിരുന്നു വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത്. അത്രയും അച്ചീവ് ചെയ്യാൻ 9ാം പദ്ധതിക്ക് സാധിച്ചില്ല. 5.4% മാത്രമേ അച്ചീവ് ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്നിരുന്നാലും ഇത് ഭാഗികമായി വിജയമായിട്ടാണ് നമ്മൾ പറയുക. കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അച്ചീവ് ചെയ്തില്ലെങ്കിലും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു 9ാം പദ്ധതിക്ക്. അതുകൊണ്ട് ആ ഒരു മേഖലകളിൽ പദ്ധതി വിജയമായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചില്ല എന്നുകൂടി എന്ത് ചെയ്യുക, 9ാം പദ്ധതിയെ മനസ്സിലാക്കി വയ്ക്കുക. സെറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതായിരുന്നു, താഴെ പറയുന്നവയിൽ ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് കമ്മിറ്റികളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് വാഗൽ കമ്മിറ്റി അല്ലെങ്കിൽ വാഗ്വി കമ്മിറ്റി, നാരായണൻ വാഗ്വി കമ്മിറ്റി അല്ലെ, അത് ഇന്ത്യൻ മണി മാർക്കറ്റ് ആണെന്ന് പറയുന്നു. ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം. ഇത് ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ വാഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത് 1987 വാഗ്വി കമ്മിറ്റി വരുന്നത്. 1987 1987 ഇന്ത്യൻ മണി മാർക്കറ്റിനെ പറ്റി പഠിക്കാനാണ് വാഗ്വി കമ്മിറ്റി നിയമിക്കുന്നത്. നാരായണൻ വാഗിലായിരുന്നു അതിന്റെ ചെയർമാൻ. ശരിക്കും അദ്ദേഹം എന്ന് പറയുന്നത് ആ സമയത്ത് ICICI ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഇന്ത്യൻ മണി മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, അപ്പോയിന്റ് ചെയ്യാണ്. ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്തിനാണ് ഇന്ത്യൻ മണി മാർക്കറ്റിൽ പണലഭ്യത എങ്ങനെ സ്വാധീനിക്കുന്നു, ആ പണലഭ്യത എത്രത്തോളം കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. അപ്പോ വാഗ്വി കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ചെയ്യേണ്ട കാര്യം ഇന്ത്യയിലെ ആ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ പണലഭ്യത വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്താ ഗുണം? ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ പർച്ചേസിംഗ് പവർ കൂടും അല്ലെ, അവർ ആ പൈസ ചെലവാക്കാൻ തുടങ്ങും. ആ പൈസ അവർ ചെലവാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടണം, ഉത്പാദനം കൂടണം. അതെന്താ കാര്യം? ഇത്രയും ആളുകൾ കൂടി പൈസ ചെലവാക്കി സാധനം മേടിക്കുമ്പോൾ ആ സാധനം മാർക്കറ്റിൽ ഉണ്ടാവണമല്ലോ. അപ്പൊ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടും, അതിനനുസരിച്ച് അത് തൊഴിൽ സാധ്യത സൃഷ്ടിക്കുകയും രാജ്യത്തെ GDP കൂടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഒരു പണലഭ്യത കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ, പലിശ നിരക്കുകളൊക്കെ കുറയ്ക്കാനാണ് ആര് പറയുന്നത്, വാഗ്വി കമ്മിറ്റി പറയുന്നത്. അദ്ദേഹം പറയാണ് കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകൾ, ഈ പറയുന്ന പുതിയ പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം, ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട്, ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ വാഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ മണി മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ 1987 നിയമിച്ച കമ്മിറ്റിയാണ്. തീർച്ചയായിട്ടും ശരി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ശിവരാമൻ കമ്മിറ്റി അല്ലെ. ശിവരാമൻ കമ്മിറ്റിയെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശിവനെ രാമനെ ഓർക്കുക അല്ലെ. നബാഡ് ആ വാക്കിൽ നിന്ന് ഓർത്തൂടെ, നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ശിവനെ രാമനെ ഓർക്കുക. അങ്ങനെയെങ്കിൽ ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം. സെറ്റ്. ഈ നബാർഡില് സൈലന്റ് ആയിട്ടുള്ള ആളല്ലേ 6. അവിടെ നിന്നുകൊണ്ട് തന്നെ ഓർത്തിരുന്നോ, 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് ചെയ്യുന്നത്, നബാർഡ് രൂപീകരിക്കപ്പെടുന്നത്. 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ്, 6th 5-year പ്ലാനിലാണ്. 1982 ജൂലൈ 12 1982 ജൂലൈ 12 എന്ത് ചെയ്യുന്നത്, നബാർഡ് രൂപീകരിക്കുന്നത്. ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നബാർഡ് രൂപീകരിച്ചത്. ക്ലിയർ. ഇനി ശിവരാമൻ കമ്മിറ്റിയുടെ യഥാർത്ഥ പേര് ക്രാഫി കാർഡ് എന്നായിരുന്നു അല്ലെ, ക്രാഫി കാർഡ്. അതിന്റെ ചെയർമാൻ ആയിരുന്നു ആര്, ശിവരാമൻ, ബി ശിവരാമൻ. ഓക്കെ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തത് കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്
നമുക്കറിയാം ഗ്രാമീണ ചെറുകിട വ്യവസായത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് 1955 വന്ന കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. അപ്പോ എന്താണ് ലക്ഷ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ചെറുകിട വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. എന്തിനാണ് ഈ ചെറുകിട വ്യവസായത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതിന്റെ കാര്യം? ചെറുകിട വ്യവസായങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലകളിലാണ്. അപ്പൊ കാർവേ കമ്മിറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ ആ ഒരു വെൽത്തിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെൽത്തിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ഗ്രാമീണ മേഖലകൾ വികസിക്കണം, ഗാന്ധിയൻ ഐഡിയോളജി അല്ലെ. ഗ്രാമീണ മേഖലകൾ ചെറുകിട വ്യവസായത്തിലൂടെ വികസിച്ചേ പറ്റുള്ളൂ. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രാമീണ മേഖലകളിൽ ചെറുകിട വ്യവസായം വളർന്നു വരുമ്പോ അവിടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോ അങ്ങനെ എന്ത് ചെയ്യും, അവർക്ക് സാലറി കിട്ടുമ്പോ ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് ഈ പറയുന്ന ശമ്പളം കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുമ്പോ അവിടെ വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അവർക്കും എന്ത് ചെയ്യാം, അവരുടെയും പർച്ചേസിംഗ് പവർ കൂടും. ഓക്കെ, പറയുന്ന പിടി കിട്ടുന്നുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ ചെറുകിട വ്യവസായം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റി? കാർവേ കമ്മിറ്റി. അപ്പോ ഗ്രാമീണ ചെറുകിട വ്യവസായം കാർവേ കമ്മിറ്റി ശരി തന്നെയാണ്. ഇവിടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യോഗക്ഷേമം വഹാമ്യഹം അല്ലെ, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? അവിടെ നമുക്കറിയാം ഏതാ, LICയുടെ ആപ്തവാക്യമാണ് ഏത്? യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി അല്ലെ. LIC എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ്. ബാങ്ക് അല്ല, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് അല്ലെ. ഇൻഷുറൻസ് കമ്പനിയാണ്, ശരിയാണ്, ഇൻഷുറൻസ് കമ്പനിയാണ്. ഇനി മറ്റ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുടെ പേര് പറയാമോ? മറ്റ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ വേറെ എന്തെങ്കിലും? LIC അല്ലാതെ LIC മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. വളരെ വളരെ ശരിയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ നിങ്ങളോടുള്ള ഒരു ചോദ്യം, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോ ഞാനിപ്പോ LICയെ പറ്റി പറഞ്ഞു. LIC ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണെന്ന് പറഞ്ഞു അല്ലെ. മ്യൂച്വൽ ഫണ്ട് ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്ന് നമുക്കറിയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോ നേരിട്ട് ഷെയർ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളെ അടുത്തേക്ക് പോവാം. അവർക്ക് അവരുടെ കയ്യിൽ നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമുക്ക് വേണ്ടി ഈ പറയുന്ന ഓഹരികൾ അവർ നിക്ഷേപിക്കും. എന്നിട്ട് ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ആ ലാഭം എന്ത് ചെയ്യും, നമുക്ക് ഡിവൈഡ് ചെയ്ത് തരും. ലാഭം കുറച്ച് അവർക്കാണ്, ബാക്കി നമുക്കാണ്. ശരി, നഷ്ടമാണെങ്കിലോ? തീർച്ചയായിട്ടും നഷ്ടമാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് തരും. ശരി, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുക. അങ്ങനെ നിങ്ങളുടെ ചോദ്യം ഇതാണ്, ഗവൺമെന്റ് മേഖലയിലുള്ള 1-2 മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുടെ പേരുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഗവൺമെന്റ് മേഖലയിൽ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന് 1-2 ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അടുത്തിടെ ചോദിച്ച മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.